ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 10-30 വരുന്ന കാഷ്നട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കേട്ടോ, അതാണ് ഇതൊന്ന് കുറച്ച് കട്ടയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അത് നമ്മൾ ചൂടാകുമ്പോൾ റെഡി ആയിക്കോളും. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങയൊന്ന് മൂത്ത് ചുവന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റ് പാകം, മധുരമൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് മധുരം വേണ്ടവർക്ക് പിന്നെ ഒരു 1.5 വരെയൊക്കെ ചേർത്ത് കൊടുക്കാം, അതിൽ കൂടുതൽ ചേർക്കണ്ട. ഇനി ഈ പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മുട്ട ചേർത്ത് ഇളക്കുമ്പോഴേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം പാടെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയൊന്നും ഇതിൽ പീസായിട്ട് കിടക്കരുത്. ഈ എന്താ പറയുക, ഈ തേങ്ങയിലേക്ക് ചേർന്നിട്ട് എല്ലാം കൂടി യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. തുടർച്ചയായിട്ട് മിക്സാക്കി ഒന്ന് ഉടച്ച് മിക്സാക്കി കൊടുത്താൽ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പണ്ടം തിന്നാനായിട്ട്, ഈ ഒരു കൂട്ട് കേട്ടോ. പണ്ടം എന്ന് പറഞ്ഞത് ഈ ഒരു കൂട്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിം, മുട്ട ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ചൂടാറി കിട്ടിക്കോളും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് നമുക്ക് വേണ്ട, അപ്പോൾ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. കളയുന്ന സൈഡൊക്കെ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് നമ്മളിതൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോമ്പിനൊക്കെ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സൈഡുകളൊന്നും ഒഴിവാക്കി കളയണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പ് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചാൽ കേടുകൂടാതെ ഇരുന്നോളേ. പിന്നെ ഇത് ഈ ബ്രെഡ്, ഈ 5 പീസ് ബ്രെഡും ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ച് കീറി ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഞാൻ കൈകൊണ്ട് പിച്ച് കീറി എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാല്, ഞാൻ തിളപ്പിക്കാത്ത പാലാട്ടോ ചേർത്ത് കൊടുത്തു. തിളപ്പിച്ച പാലാണ് കയ്യിലുള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല. മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറും പാല് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 6 കോഴിമുട്ട ആവശ്യമുണ്ട്. 5 ബ്രെഡ് എടുക്കുമ്പം 6 കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരുപാട് വലിയ മുട്ടയൊന്നും അല്ല. ഇത് വീഡിയോയിൽ കാണുമ്പോൾ വലുതുപോലെ തോന്നും, പക്ഷെ ഒരുപാട് വലിയ മുട്ടയല്ല കേട്ടോ. കുറച്ച് ചെറിയ മുട്ടയാണ്. 6 എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, ചെറിയ കുഞ്ഞ് ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ 5 ബ്രെഡ് എടുക്കുമ്പോൾ 5 മുട്ട ചേർത്താൽ മതി. വലിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ 6 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ 6 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാൽപ്പൊടി പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 2.5-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ബദാം മിക്സ് ഇല്ല, ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം പാടെ ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് ഇവിടെ പുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. ബ്രെഡൊക്കെ ഇപ്പോൾ നോക്കാം നല്ലോണം പുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തുള്ള മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇല്ലേ, തേങ്ങയും നട്ട്സൊക്കെ പാട് വറുത്തത്, മുട്ടയും, അത് ഇതിൻ്റെ മുകളിൽ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. പകുതിയോ അല്ലെങ്കിൽ മുക്കാലോ ചേർക്കാം. ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന
ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ചായക്കുള്ള ഒരു സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഒരു വിരുന്നുകാർ വന്നാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ബ്രെഡ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ സ്നാക്കുകളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ കുറഞ്ഞ ചേരുവ വെച്ച് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്. ഞാൻ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഓഫാക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറത്ത് ഒരു പാത്രം ഇതുപോലെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ തവയുടെ അടിയിൽ നമ്മൾ എന്താ പറയുക, ഈ നമ്മുടെ ബേക്ക് ചെയ്യുന്ന ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ബ്രെഡും ഇതൊക്കെ ഒഴിച്ചുള്ള മിക്സില്ലേ, ആ പാത്രം വെച്ച് കൊടുക്കുക. അടിയിലൊരു പാത്രം വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്ത സമയത്ത് ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മുടെ വറുത്തിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു 3-4 ചെറി എടുത്തിട്ട് വളരെ കുഞ്ഞായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 7 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അടിയിലൊരു പാത്രം വെക്കുന്നത് എന്താ വെച്ചാൽ ഇത് അടി കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഒരു അല്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല, അടിപൊളിയായി വന്നിട്ടുണ്ട്. പക്ഷെ മോൾ ഭാഗം ഞാൻ 2 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വയ്ക്കുമ്പോൾ 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ ആയതുകൊണ്ട് ആ തേങ്ങയുടെ ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല, ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ബ്രെഡും മുട്ടയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രെഡും മുട്ടയും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്പോഞ്ച് പോലത്തെ ഒരു സ്നാക്കാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്നാക്കാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഐറ്റമാണ്. ഒരുപാട് സാധനങ്ങൾ ചേരുവകളൊന്നും ഇതിൽ ആവശ്യമായി വരുന്നില്ല. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.